ഹലോ ഫ്രണ്ട്സ്, ഫെർട്ടിലിറ്റി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രീറ്റ്മെൻറ്റ്സിനൊന്നും പോകാതെ തന്നെ പ്രഗ്നൻ്റ് ആകാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വളരെ നാച്ചുറലായിട്ട് നടക്കേണ്ട ഒരു പ്രോസസ്സാണ് പ്രഗ്നൻസി. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടായിരിക്കുന്ന വലിയ മാറ്റങ്ങൾ കൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ്സിനൊന്നും പോകാതെ ഗർഭധാരണം നടക്കുന്നത് വളരെ ചുരുക്കം കപ്പിൾസിനാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു ട്രീറ്റ്മെൻറ്റ്സിന് പോലും പോകാതെ ഗർഭധാരണം സാധ്യമാകണമെങ്കിൽ കപ്പിൾസ് കുറച്ച് കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യമേ തന്നെ ഉറപ്പാക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ഗർഭധാരണത്തിന് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ സ്ത്രീകളിൽ ഗർഭധാരണ സാധ്യത ഏറെയുള്ള ദിവസം നോക്കി കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളത്. ഓവുലേഷൻ ദിവസമാണ് സ്ത്രീകളിൽ ഏറ്റവും അധികം ഗർഭധാരണ സാധ്യത ഉണ്ടാകുന്ന ദിവസമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതായത് അണ്ടവിസർജനം നടക്കുന്ന സമയം. സ്ത്രീകളുടെ ഏതെങ്കിലും ഒരു അണ്ടാശയത്തിൽ നിന്ന് മെച്യൂർഡ് ആയിട്ടുള്ള അണ്ടം റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഓവുലേഷൻ അഥവാ അണ്ടവിസർജനം എന്ന് പറയുന്നത്. ഈ ഒരു ദിവസം ഫിസിക്കൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുമ്പോഴാണ് അവിടെ ഗർഭധാരണം സാധ്യമാകുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, സ്ത്രീകളിൽ മെൻസ്ട്രൽ സൈക്കിൾ ലെങ്ത് എത്രയാണ് എന്ന് മനസ്സിലാക്കി ഓവുലേഷൻ ദിവസം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഓവുലേഷൻ ദിവസത്തിനോടനുബന്ധിച്ചിട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഫിസിക്കൽ കോണ്ടാക്റ്റിൽ ഏർപ്പെട്ട് തുടങ്ങുക. എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് 28 ദിവസം കൂടുമ്പോഴാണ് നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിൾ എങ്കിൽ 14ാമത്തെ ദിവസമായിരിക്കും നിങ്ങളിൽ ഓവുലേഷൻ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 11ാമത്തെ ദിവസം മുതൽ 17ാമത്തെ ദിവസം വരെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒട്ടും പറ്റാത്തവർക്ക് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കുക. അപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുക്കാതെ ഒരു ഗർഭധാരണം നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ഓവുലേഷൻ ദിവസങ്ങളിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, ഉടനെ തന്നെ ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ട് സ്ത്രീകൾ പോയിട്ട് വാഷ് ചെയ്യും, അവരുടെ പ്രൈവറ്റ് പാർട്ട് വാഷ് ചെയ്യും. അതൊരിക്കലും നിങ്ങൾ ചെയ്യരുത്. ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റെങ്കിലും നിങ്ങൾ ബെഡിൽ റെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യുമ്പോൾ ലെഗ് അപ്പ് ടു വോൾ എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ എല്ലാം ചൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പൊസിഷൻ നിങ്ങളുടെ ഗർഭധാരണ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു പൊസിഷനാണ്. ഇനി അതും പറ്റിയില്ല, അതിലൊട്ടും കംഫർട്ട് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ നിവർന്നോ ചരിഞ്ഞോ കിടന്നിട്ട് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് വാഷ് ചെയ്യുമ്പോൾ വി വാഷ് അല്ലെങ്കിൽ സോപ്പ് പോലുള്ളവ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുന്നത്. ഇത് ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യാൻ പാടില്ല, എസ്പെഷ്യലി ഒരു ഗർഭധാരണം ആഗ്രഹിക്കുമ്പോൾ. കാരണം ഇത്തരം പ്രവൃത്തികൾ അവിടെ അവശേഷിക്കുന്ന, അതായത് ആ സ്ത്രീകളുടെ വജൈനയിൽ അവശേഷിക്കുന്ന സ്പേംസിനെ നശിപ്പിക്കാൻ സാധ്യതയുള്ള പ്രവൃത്തികളാണ്. അതുകൊണ്ട് ഇത്തരം പ്രവൃത്തികൾ നിങ്ങൾ തീർത്തും ഒഴിവാക്കുക. നിങ്ങൾ 30 മിനിറ്റ് ബെഡിൽ റെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ സാധാരണ നോർമൽ വെള്ളത്തിൽ തന്നെ ഒരുപാട് ശക്തിയായിട്ട് അടിച്ചു കഴുകാതെ നോർമലായിട്ട് വാഷ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ അഡീക്വറ്റ് ആയിട്ടുള്ള വെയിറ്റ് ആയിരിക്കണം രണ്ടുപേർക്കും ഉണ്ടാകേണ്ടത്, ഭാര്യക്കായിക്കോട്ടെ ഭർത്താവിനായിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത്. വ്യായാമം ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അതോടൊപ്പം തന്നെ അനാവശ്യമായിട്ടുള്ള കൊഴുപ്പുകളെ അലിയിച്ചു കളയാനും ഈ ഒരു വ്യായാമം നിങ്ങളെ സഹായിക്കുന്നു. ഇനി ഒരു വ്യായാമം ചെയ്യുമ്പോഴുള്ള ടിപ്പ് ഞാൻ പറയാം. നിങ്ങൾ ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ എപ്പോഴും ഫെർട്ടിലിറ്റി യോഗ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി വർക്കൗട്ടുകളാണ് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് വരിക. ഈ ഒരു ഫെർട്ടിലിറ്റി വർക്കൗട്ടുകൾ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി യോഗകൾ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ പ്രത്യുൽപാദന അവയവങ്ങളുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നതിനും പ്രത്യുൽപാദന അവയവങ്ങളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനും ഈ ഒരു വർക്കൗട്ട് നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് വെയിറ്റ് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 45 മിനിറ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ് നിങ്ങൾ ശരീരം വിയർക്കുന്ന തരത്തിലുള്ള വർക്കൗട്ടുകളായിട്ടും ബാക്കിയുള്ള സമയം നിങ്ങൾക്ക്
നിങ്ങൾക്ക് ഇത്തരം ഫെർട്ടിലിറ്റി യോഗകളായിട്ടും ചെയ്യാവുന്നതാണ്. ഞാനപ്പോൾ ഒരു വീഡിയോ ഇടാം, എന്തൊക്കെയാണ് ആ ഫെർട്ടിലിറ്റി യോഗകൾ എന്നതിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ആ ഫെർട്ടിലിറ്റി യോഗകൾ എന്നതിനെ പറ്റി. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഗർഭധാരണം നിങ്ങളുടെ സംഭവിക്കാൻ വേണ്ടി വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡെയിലി വ്യായാമം പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ വ്യായാമം ചെയ്യുന്നത് ശീലമാക്കുക. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രോപ്പറായിട്ടുള്ള ഡയറ്റ്. നിങ്ങൾ ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഡയറ്റ് ഫോളോ ചെയ്യേണ്ടത് വളരെ നല്ലതാണ്, അല്ലെങ്കിൽ വളരെ അത്യാവശ്യമാണ്. കാരണം നിങ്ങൾക്ക് അബോർഷൻ പോലെയുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ നല്ല രീതിയിൽ പ്രോട്ടീൻ റിച്ച്ഡ് ആയിട്ടുള്ള ഭക്ഷണക്രമം ഫോളോ ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. ധാരാളം പച്ചക്കറികൾ, ധാരാളം ഇലക്കറികൾ, ധാരാളം ഫ്രൂട്ട്സ്, ധാരാളം വെള്ളം കുടിക്കുക, അതുപോലെ നട്ട്സ് കഴിക്കുക, ഡെയിലി പാല്, മുട്ട, തൈര് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളെല്ലാം ശീലമാക്കി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ വെയിറ്റ് ഒരുപാട് കൂടാത്ത തരത്തിലുള്ള ഡയറ്റ് ആയിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അതുപോലെ അരിഭക്ഷണം നിങ്ങൾ കഴിക്കുന്നതെല്ലാം കുറക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾക്ക് ഗോതമ്പിൻ്റെ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഫെർട്ടിലിറ്റി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ഇതൊക്കെ ഒന്ന് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു കൃത്യമായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അടുത്തതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ നിങ്ങളൊരു ഡോക്ടറുടെ സഹായം തേടുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്, തൈറോയിഡിൻ്റെ ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോൺസിൻ്റെ പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ സംബന്ധിച്ച് എന്തെങ്കിലും സ്പേംസിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ കാണാതെയാണ് നിങ്ങൾ ഈ ഒരു ഗർഭധാരണം നിങ്ങൾ ട്രൈ ചെയ്യുന്നത് എങ്കിൽ അത് വീണ്ടും ഡിലേ ആയി പോകാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇതറിയാതെ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഗർഭധാരണം വൈകിപ്പോകാനാണ് ചാൻസ്. എന്തുകൊണ്ടും എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങളിൽ കാണുകയാണ്, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പറഞ്ഞുള്ള ടെസ്റ്റൊക്കെ ചെയ്തിട്ട് നിങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് പറയുകയാണ് എന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് റെക്ടിഫൈ ചെയ്തിട്ട് നിങ്ങളൊരു പ്രഗ്നൻസിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും കാര്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളിലെ സ്ട്രെസ്സ്. നിങ്ങളുടെ പ്രഗ്നൻസി ഒന്ന് ഡിലേ ആക്കുന്ന കാര്യമാണ് നിങ്ങളുടെ സ്ട്രെസ്സ്. അത് എന്തിനെക്കുറിച്ചും ആയിക്കോട്ടെ, ചിലപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം. എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രെസ്സ് അടിച്ചിരിക്കാതെ, അല്ലെങ്കിൽ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കാതെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിരിക്കണം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. സ്ട്രെസ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ അല്ല, പകരം നിങ്ങളുടെ പ്രോബ്ലംസിനെ ഒരുപാട് ഒന്ന് കൂട്ടുകയാണ് ഇത്തരം സ്ട്രെസ്സ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥയെയും മാനസികമായിട്ടുള്ള അവസ്ഥയും ഒരുപാട് ബാധിക്കുന്ന ഒന്നാണ് സ്ട്രെസ്സ്. അതുപോലെ ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ ഈ ഒരു സ്ട്രെസ്സ് നിങ്ങളുടെ പ്രഗ്നൻസിയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. നിങ്ങളുടെ സ്ട്രെസ്സ് കൂടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ അനാവശ്യമായിട്ടുള്ള ഹോർമോൺസിൻ്റെ പ്രവർത്തനം കൂടുകയും അതോടൊപ്പം നല്ല രീതിയിൽ നടക്കേണ്ട ഹോർമോൺസിൻ്റെ എല്ലാം പ്രവർത്തനങ്ങൾ ഒന്ന് തടസ്സപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്ന് സ്ട്രെസ് ലെവലൊന്ന് മാനേജ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കാനൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ ഗർഭധാരണം ശ്രമിക്കുന്നവർ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഈ ഒരു കാര്യം, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 3-4 മാസത്തിനുള്ളിൽ നിങ്ങൾ ഗർഭധാരണ സാധ്യത ഉണ്ടാകുന്നതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഇതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഓൾ. ബൈ.